ഇടുക്കി മൂന്നാറിൽ വഴിയോരക്കട തകർത്തതായി പരാതി. മൂന്നാർ പാർവതി എസ്റ്റേറ്റിലെ അരുൾമണിയുടെ കടയാണ് തകർത്തത്. ഗ്യാസ് സിലിണ്ടറും സോളാർ അടക്കം മോഷണം പോയി. ഏകദേശം 60,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ കടയുടമ മൂന്നാർ പോലീസിൽ പരാതി നൽകി. മൂന്നാർ പാർവതി എസ്റ്റേറ്റിലെ അരുൾമണിയാണ് ഇവിടെ വഴിയോരക്കട നടത്തി വന്നിരുന്നത്. തൻ്റെ തോട്ടത്തിലെ ക്യാരറ്റും ബീട്രൂട്ടും തുടങ്ങിയവ വിറ്റാണ് അരുൾമണിയുടെ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത്. തങ്ങളുടെ കടയിൽ കച്ചവടം കൂടുതലായതുകൊണ്ട് സമീപത്ത് വഴിയോരക്കട നടത്തി വന്ന ആൾ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഈ വൈരാഗ്യമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ വാഹനം കൊണ്ട് തങ്ങളുടെ കട ഇടിച്ച് പൂർണ്ണമായും നശിപ്പിച്ചതെന്ന് അരുൾമണിയുടെ കുടുംബം പറയുന്നു. எல்லாமே இந்த 3 லாக்க உடைச்சிருக்காங்க. எல்லா பொருளையுமே வேணும்னே வண்டி ரிவர்ஸ் வந்த டயர் தடம்லாம் அங்க கிடக்கு. ரிவர்ஸ்ல வந்து எல்லாத்தையும் டேமேஜ் பண்ணிருக்காங்க. சரி, நேஷனல் ஹைவே வருதே அப்படின்னு சொல்லிட்டு இந்த வீல் வச்சு ஒரு வண்டி எல்லாம் வச்சு அதை கத்தி வச்சு கொத்தி இருக்காங்க. ஒரு சிலிண்டரை காணோம், பேட்டரி, எல்லா திங்ஸும் போச்சு. ഫാമിലിയുടെ വാൾവാറാമേ ഇതിലதான் ഇருக்கு. സിലിണ്ടറും സോളാറും അടക്കം മോഷണം പോയി. ഏകദേശം 60,000 രൂപയോളം നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും തങ്ങളുടെ ഉപജീവനത്തെ സാരമായി ബാധിച്ചെന്നും കടയുടമ അരുൾമണി പറഞ്ഞു. കൃഷി വെച്ചിട്ടാണ് நாங்க வியாபாரம் பண்ணிட்டு இருந்தோம். பீட்ரூட், கேரட், முள்ளங்கி, நூக்கல் இதை வச்சு அதையும் இந்த பாருங்க தட்டி அடிச்சு பொளிச்சு எல்லாம் உடைச்சி நாசம் பண்ணி நஷ்டம் தான் எங்களுக்கு ஆகிட்டு. சிலிண்டரு, സോളാറ്, ബാറ്ററി ഇവരും കടയെല്ലാം അടിച്ചു പൊടിച്ചിരിക്കാங்க. ഏതായാലും സംഭവത്തെ സംബന്ധിച്ച് മൂന്നാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അരുൾമണി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.